നമസ്കാരം. ടി.പി. രാജീവൻ്റെ പുസ്തകം പുറപ്പെട്ടു പോകുന്ന വാക്ക് വ്യത്യസ്തമായൊരു യാത്രാനുഭവക്കുറിപ്പാണിത്. കവിതകളുടെ വഴിയിലൂടെ ഒരു ഭൂലോക സഞ്ചാരം. രാജീവൻ്റെ മാസിഡോണിയൻ യാത്രയിലെ ഒരു സന്ദർഭമാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇസ്രായേലി കവി അമീർ ഓറുമായിട്ടുള്ള ഒരു സായാഹ്ന സംഭാഷണം. രാജീവൻ എപ്പോഴെങ്കിലും മീൻ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ തൊഴിലിനെപ്പറ്റി ഇപ്പോഴുമുണ്ട് ചില മുൻവിധികൾ, രാജീവൻ മറുപടി നൽകി. അമീർ തുടർന്നു, തൊഴിൽപരമായല്ല ഞാൻ ചോദിച്ചത്. ഒരനുഭവം എന്ന നിലയ്ക്ക് ഒരു ഗ്രീക്ക് ദ്വീപിൽ കുറച്ചു കാലം ഒരു മീൻപിടുത്തക്കാരനായി ഞാൻ ജീവിച്ചിട്ടുണ്ട്. ബോധം ഇത്ര വളരാത്ത കാലമായിരുന്നു അത്. ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്ത പാപബോധം. ചിലപ്പോൾ ഒരു വംശം തന്നെ നമ്മുടെ വലയിൽ കുടുങ്ങും. വെള്ളത്തിൻ്റെ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുകയും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും മുത്തച്ഛിയും അമ്മയും മക്കളും ചെറുമക്കളും ഗർഭിണികളും അടങ്ങുന്ന ആ സംഘം എത്ര ഉത്സാഹത്തോടെയും നിഷ്കളങ്കവുമായിട്ടാണ് ചെറുമത്സ്യങ്ങൾ വെള്ളത്തിനടിയിലെ നാട്ടുവെളിച്ചത്തിൽ നീന്തിപ്പോകുന്നത്. അവയ്ക്കറിയുമോ നമ്മൾ വിരിച്ച വലകളിലേക്കാണ് അവ മുന്നേറുന്നതെന്ന്? ഒരു ദിവസം കരയ്ക്കടുത്തപ്പോൾ വലക്കണ്ണികൾക്കിടയിലൂടെ 1000 കണ്ണുകൾ എന്നെ ദയനീയമായി നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവയിൽ നാസി ക്യാമ്പിൽ അകപ്പെട്ട എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ ഞാൻ കണ്ടു. ആ രാത്രി ഞാൻ വലയ്ക്ക് തീ കൊടുത്തു. അമീർ പറഞ്ഞു നിർത്തി. ശരിക്കും ചില കാഴ്ചകൾ എത്ര പെട്ടെന്നാണല്ലേ ദർശനമാവുന്നത്. ദർശനങ്ങൾ ബോധ്യങ്ങളാവുന്നത്, ബോധ്യങ്ങൾ ഉറച്ച നിലപാടുകളാവുന്നത്. അത്തരം ജീവിതങ്ങൾക്കെല്ലാം അസാധാരണമായൊരു ലാവണ്യാതിരേകമുണ്ട്. ഫറവോന്റെ കൊട്ടാരം വിട്ടിറങ്ങുന്ന മോശയുടെ യൗവനത്തെയും സിദ്ധബോധന മഹാരാജാവിൻ്റെ കൊട്ടാരം വിട്ടിറങ്ങുന്ന സിദ്ധാർത്ഥകുമാരൻ്റെ യൗവനത്തെയും ഒരു ബുദ്ധപൂർണിമ ചൂഴ്ന്നു നിൽപ്പുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവുക എനിക്ക് മാത്രമല്ലല്ലോ. സ്വന്തം ഉപജീവന മാർഗമായിരുന്ന കലപ്പയും കത്തിച്ച് ഗുരുവിൻ്റെ പിന്നാലെ ഇറങ്ങിയ ഏലീശ, വലയും വള്ളവും വിട്ടുകളഞ്ഞ ശിഷ്യന്മാർ, ഇങ്ങനെ ഒരു സാഹസിക പ്രയാണത്തിനുള്ളൊരു ധൈര്യം പകരുന്ന നാളുകളാവണം നോമ്പിൻ്റേത്. ശരിക്കും ദർശനത്തിൻ്റെ പൂക്കൾ വിരിയുന്ന സൗരഭ്യത്തിൻ്റെ താഴ്വാരം കൂടിയാണ് പ്രിയരെ നോമ്പുകാലം. നമസ്കാരം.